വിനോദസഞ്ചാരത്തിനായി ഇന്ത്യയിലെത്തിയ ഒരു ഓസ്ട്രേലിയൻ യുവതി തമിഴ്നാട്ടിലെ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുമായി പ്രണയത്തിലാവുകയും സകല തരത്തിലുള്ള അതിർവരമ്പുകളും കടമ്പകളും ഒക്കെ കടന്ന് അദ്ദേഹത്തെ ജീവിത പങ്കാളിയാക്കുകയും ചെയ്ത സിനിമാറ്റിക്കായ ഒരു കഥ അതാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപാണ് ലൊറീന സ്റ്റെഫാനി എന്ന വിദേശ വനിത തമിഴ്നാടിന്റെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെ മധുരൈ വിമാനത്താവളത്തിൽ എത്തുന്നത്. തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാനായി വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്നിരുന്ന റബീഖ് എന്ന പ്രാദേശിക ടാക്സി ഡ്രൈവറുടെ വാഹനത്തിലാണ് അവർ യാത്ര ആരംഭിച്ചത്. വെറും 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ആ പ്രാദേശിക റോഡ് യാത്രയാണ് അപരിചിതരായിരുന്ന ആ 2 മനുഷ്യരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചത്. ആ യാത്രാവേളയിൽ ഇരുവരും തമ്മിൽ പങ്കുവെച്ച സംഭാഷണങ്ങൾ, സൗഹൃദങ്ങൾ അവരിലെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപരിചിതരായിരുന്നവരെ സുഹൃത്തുക്കളാക്കി മാറ്റി. പരസ്പരം മനസ്സിലാക്കിയ 3 മണിക്കൂറിനൊടുവിൽ അവർക്കിടയിൽ മായാത്തൊരു ആത്മബന്ധം ഉടലെടുത്തു. യാത്രകൾ അവസാനിച്ചെങ്കിലും ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം തുടരുകയും ആഴത്തിലുള്ള സൗഹൃദം വൈകാതെ തന്നെ ദൃഢമായ പ്രണയബന്ധമായി മാറുകയും ചെയ്തു. വ്യത്യസ്ത രാജ്യങ്ങളും വേറിട്ട സംസ്കാരങ്ങളും വ്യത്യസ്ത മതവിശ്വാസങ്ങളും എല്ലാം ആയിരുന്നിട്ടും അതൊന്നും തങ്ങളുടെ സ്നേഹത്തിന് തടസ്സമാകില്ലെന്ന് ഇരുവരും ഉറച്ചു വിശ്വസിച്ചു. സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറത്തായിരുന്നു തങ്ങളുടെ പ്രണയമെന്ന് ലൊറീന പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് ഇരു കുടുംബങ്ങളും അറിഞ്ഞതോടെ സാധാരണ പോലെ നിരവധി എതിർപ്പുകളും സംശയങ്ങളും ഉയർന്നു വന്നു. വേറിട്ട ജീവിത സാഹചര്യങ്ങളും ഭാവിയിലെ വെല്ലുവിളികളും ഒക്കെ ഓർമ്മിപ്പിച്ച് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ആശങ്കകൾ ഉയർന്നെങ്കിലും ആ പ്രതിസന്ധികളൊന്നും തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് ഇതുവരെയും പിന്നോട്ടടിച്ചില്ല. എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്ന് ഇന്ത്യയിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും നിയമപരമായി വിവാഹിതരായി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു മകൾ എത്തിയതോടെ സന്തോഷം ഇരട്ടിയായി. ആ നിമിഷത്തിൽ വിധി അവർക്ക് മുന്നിൽ മറ്റൊരു പരീക്ഷണം തീർത്തു. ഓസ്ട്രേലിയയിൽ പ്രസവത്തിനായി പോയ ലൊറീനയുടെ സമീപത്തേക്ക് എത്താൻ വിസ തടസ്സങ്ങൾ കാരണം റബീഖിന് സാധിച്ചില്ല. സ്വന്തം കുഞ്ഞിന്റെ ജനനം നേരിൽ കാണാനാകാതെ ലോകത്തിന്റെ മറ്റൊരു വശത്ത് മൊബൈൽ ഫോൺ സ്ക്രീനിലൂടെയാണ് റബീഖ് തന്റെ മകളെ ആദ്യമായി കാണുന്നത്. നിലവിൽ ലൊറീന മകളുമൊത്ത് ഓസ്ട്രേലിയയിലും റബീഖ് തമിഴ്നാട്ടിലുമാണ്. റബീഖിനായുള്ള ഓസ്ട്രേലിയൻ വിസ ലഭിക്കുന്നതിനായുള്ള ശ്രമങ്ങളും കാത്തിരിപ്പും തുടരുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ അകന്നു കഴിയുകയാണെങ്കിലും തങ്ങൾ ഒന്നിച്ചു നേരിട്ട പ്രതിസന്ധികളോളം വലുതല്ല ഈ താൽക്കാലിക അകലമെന്ന് ദമ്പതികൾ പറയുന്നു. ഒരു സാധാരണ വിനോദസഞ്ചാരിയായി സ്യൂട്ട്കേസുമായി ഇന്ത്യയുടെ മണ്ണിലേക്ക് എത്തിയ ലൊറീന മടങ്ങുമ്പോൾ കണ്ടെത്തിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ജീവിത പങ്കാളിയുമാണ്. പ്രണയത്തിന് മുന്നിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകളോ മറ്റു തടസ്സങ്ങളോ ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ഓസ്ട്രേലിയൻ തമിഴ് പ്രണയകഥ. പ്രണയത്തിന് അങ്ങനെയാണ്, പ്രായമില്ല, അതിന് രാജ്യാന്തരങ്ങളില്ല, അതിർത്തികളില്ല, പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണുമുക്കുമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇതൊരു ഓസ്ട്രേലിയൻ തമിഴ് പ്രണയകഥയാണ്. എന്തായാലും റബീഖ് ഓസ്ട്രേലിയയിലെ വിസ പ്രതിസന്ധികളൊക്കെ മാറി, റബീഖ് ഏറ്റവും പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള വിസ പ്രതിസന്ധികളൊക്കെ മാറി മകൾക്കും ഭാര്യയ്ക്കും അടുത്തേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് ഈ കഥ കേൾക്കുന്ന എല്ലാവരും പറയുന്നത്.